നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ. ചാനലിൻ്റെ ഓണർ എന്ന് സ്വാഗതം പറയട്ടെ. ഓണർ പറയേ സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും അതുകൂടി സുഖമായിട്ടിരിക്കുന്നു. മാളു എക്സാമിന് പോയിട്ടില്ല. മാളു കൊച്ചിന് ഉച്ച കഴിഞ്ഞാൽ എക്സാം. നമ്മുടെ ഉണ്ണിക്കുട്ടൻ എക്സാമിന് പോയിട്ടുണ്ട് അല്ലേ? ചേട്ടൻ എക്സാം കഴിഞ്ഞ് ഇപ്പം വരും. ഉണ്ണിക്കുട്ടൻ എക്സാമിന് പോയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും കേട്ടോ. നമ്മളേ അതുകൊണ്ടേക്ക് പനി പിടിച്ചിട്ട് ആദ്യം തന്നെ പറയാം, കുറേ പേരുടെ സംശയമാണ്, നിങ്ങൾ വയനാട്ടിൽ തെറാപ്പി ഇല്ലേ, എന്തിന് വയനാട്ടിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊക്കെ കുറേ പേരുടെ സംശയങ്ങളാണ് കേട്ടോ. അതിന് പല രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന കുറേ പേരുമുണ്ട്. അപ്പം അവരോടുള്ള തെറാപ്പി നമുക്ക് വയനാട്ടിൽ കിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ നമുക്ക് കിട്ടുന്നത് ആഴ്ചയിൽ 3 ദിവസം മാത്രമേ വയനാട്ടിൽ കിട്ടുള്ളൂ. അല്ല, ആഴ്ച 3 ദിവസമല്ല, ആഴ്ചയിൽ 1 ദിവസം, വെള്ളിയാഴ്ച ദിവസം മാത്രമേ നമുക്ക് വയനാട്ടിൽ ഫിസിയോതെറാപ്പി കിട്ടുള്ളൂ. നമുക്ക് ഒരു ദിവസം ഫിസിയോതെറാപ്പി കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ഫിസിയോതെറാപ്പി കിട്ടുവാണെങ്കിൽ ആദൂട്ടീനെ സംബന്ധിച്ച് ആദൂട്ടിക്ക് ഡെയിലി ഫിസിയോതെറാപ്പി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാം ആദൂട്ടിക്ക് ഒരു 10-15 ദിവസം ഇങ്ങോട്ടായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റണില്ല. അതുകുട്ടിക്ക് പനി, ജലദോഷം ഒക്കെ ആയിട്ട് അതുകുട്ടിക്ക് ഫിസിയോതെറാപ്പി പോകാൻ പറ്റുന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകുട്ടിക്ക് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതുകുട്ടി സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ നമുക്കറിയാം നമ്മുടെ സിട്രസിനുണ്ടെങ്കിൽ പറയുകയും വേണ്ട, പിള്ളേർ നന്നായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ അതുകുട്ടി ആ ദിവസം നന്നായിട്ട് കിടന്നുറങ്ങി. യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ മരുന്നുകളൊക്കെ അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആദൂട്ടിക്ക് പിന്നെ ഭയങ്കര മൂക്കടപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു മൂക്കടപ്പിന് കൊണ്ടുപോയി കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഇത്രയും ദിവസം ഞാൻ ആദൂട്ടിക്ക് കൊണ്ടുപോയില്ല കേട്ടോ. ആദൂട്ടിനെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയില്ല, ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ച് വേദന എടുക്കുമ്പോൾ എന്തിനാണ് നമ്മൾ കുഞ്ഞുമാവനെ വിഷമിപ്പിക്കുന്നതെന്ന് ഓർത്ത്. പിന്നെ ആദൂട്ടിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മോനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയില്ല കേട്ടോ. അങ്ങനെ ആദൂട്ടിക്കൊരു 3-4 ദിവസമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാതിരുന്നപ്പോൾ ആദൂട്ടിക്ക് ഭയങ്കരമായിട്ട് ആദൂട്ടി ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ആരെടുത്താലും നിൽക്കത്തില്ല, ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് കിടക്കത്തില്ല, അങ്ങനെ ഭയങ്കരമായ ഒച്ചപ്പാട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചെവിക്ക് പഴുപ്പ് ഇടയ്ക്ക് ആവുന്നില്ല, അപ്പോൾ ചെവിക്ക് പഴുപ്പുണ്ടെന്ന് വിചാരിച്ചു. കാരണം ആദൂട്ടിയുടെ കാര്യം എനിക്ക് പേടിയാണ് കേട്ടോ. പേടിയായതുകൊണ്ട് ഞാൻ ചെവിയിലൊക്കെ കുളിപ്പിക്കുമ്പോൾ പഞ്ഞിയൊക്കെ വെച്ച് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന പിള്ളേർ ഇങ്ങനെ ആക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ കുളിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് ഞാൻ ആദൂട്ടീനെ എല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെവിയിലെങ്ങാനും വെള്ളം പോയിട്ട് ചെവിയിൽ പഴുപ്പായോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേടിച്ചത്. പക്ഷേ നമ്മൾ ആദൂട്ടിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ആദൂട്ടിക്ക് ചെവിയിൽ യാതൊരു പ്രശ്നവുമില്ല, പഴുപ്പുമില്ല, കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. അങ്ങനെ ആദ്യ ദിവസം അങ്ങനെ പോയി ഞാൻ ഇച്ചിരി മറ്റേ പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തു. അപ്പം ആദൂട്ടിക്ക് 3-4 ദിവസം കൊണ്ട് ഉറക്കമില്ല കേട്ടോ. 2 മണി, 3 മണി, 4 മണിക്കൊക്കെയാണ് ആദൂട്ടി ഉറങ്ങുന്നത്. ആദൂട്ടിക്ക് തീരെ ഉറക്കമില്ല. അങ്ങനെ ആയി തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, ആദൂട്ടിക്ക് എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആദൂട്ടി ബലം പിടിക്കുവാണ്. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ബലം പിടുത്തമുണ്ട്. പിന്നെ ഈ കൈ ഇങ്ങനെ നൂർത്താൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കരമായ പ്രശ്നം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആദൂട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ബലമൊക്കെ പിടിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. പക്ഷെ പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. കാരണം നമ്മൾ ഡെയിലി നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് തലച്ചോറിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന തലച്ചോറിന് നമ്മൾ ഇന്നതുണ്ടെന്ന് ആദൂട്ടീനെ സംബന്ധിച്ച് നമ്മൾ എത്തിക്കുവാണ്. ഇന്നത് അവൻ ചെയ്യുന്നുണ്ടെന്നുള്ള തലച്ചോറിൽ നമ്മൾ തെറാപ്പി ചെയ്തിട്ട് അത് അങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. പക്ഷേ ആദൂട്ടിക്ക് പെട്ടെന്ന് ഫിസിയോതെറാപ്പി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ആദൂട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടോ. നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടായി നമ്മുടെ ആദൂട്ടി കിടന്നുറങ്ങുന്നില്ല, ഭയങ്കര ബലം പിടുത്തവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി, കാരണം കുഞ്ഞിന് ഫിസിയോതെറാപ്പി ചെയ്യാനിട്ടാണ് ബുദ്ധിമുട്ടുന്നത് എനിക്ക് പിന്നെ മനസ്സിലായി. ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് ടൈറ്റ് പിടുത്തം, ഒരു കാലിൻ്റെ മേളിൽ കാല് കയറ്റി വയ്ക്കൽ. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളരാത്രി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ആദൂട്ടി ഉറങ്ങിയ സമയം 2:30 2:30-3 മണി ആയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒന്ന് ഉണ്ണിക്കുട്ടൻ്റെ കൂടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, എടുത്തിട്ട് ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടത്തി അത് ഒന്നും മയങ്ങിയുള്ളൂ. അത് കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ആദൂട്ടി ഉറങ്ങത്തില്ല. ഭയങ്കര ബലം പിടുത്തവും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് ആദൂട്ടി ഭയങ്കര എനിക്കാണെങ്കിൽ തീരെ ഉറക്കം നിന്നിട്ട് തീരെ പറ്റുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ആദൂട്ടിക്ക് നല്ല വേദനയാണ് കേട്ടോ.
നല്ല വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആദൂട്ടി അങ്ങ് കരയുവാണ് ബലം പിടിച്ചിട്ട്. അപ്പോൾ ആദൂട്ടിൻ്റെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി ആദൂട്ടിക്ക് തെറാപ്പി ചെയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്കും എക്സസൈസൊക്കെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ആദൂട്ടിക്ക് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. നമ്മൾ ഉറക്കം ഉളച്ച് നമുക്ക് എങ്ങനെ ഇരിക്കാം, ഉറക്കം ഉളച്ച് നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഈ കയ്യിലാണ് അത് കിടക്കുന്നത്, രാത്രി മൊത്തം കയ്യിലാണ് കിടക്കുന്നത്. മതി, രാത്രിയിൽ മൊത്തം ആദൂട്ടി എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി കിടത്താമെന്ന് വിചാരിച്ചു. മാളുക്കൊച്ചി വേറെ റൂമിലാണ്. മാളുക്കൊച്ചി ഓടി വന്നു കേട്ടോ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷേ കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി കിടത്തിയിട്ടൊന്നും ആദൂട്ടി മാറുന്നില്ല കേട്ടോ, കരച്ചിൽ മാറുന്നില്ല. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ തട്ടിപ്പൊട്ടി ഞാൻ കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിരുന്നു. ഇങ്ങനെ പിടിച്ച് എക്സസൈസൊക്കെ ചെയ്ത് കാലൊക്കെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മെല്ലെ ഒന്ന് ആശ്വാസമാകാൻ തുടങ്ങി. ആദൂട്ടിക്ക് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആദൂട്ടിക്ക് തെറാപ്പി എന്തായാലും തെറാപ്പി ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. ഇന്നലത്തെ പോലെയല്ല, ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആദൂട്ടിക്ക് തെറാപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇനി മുമ്പോട്ട് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുറേ പേര് ചോദിക്കുന്നുണ്ട് വയനാട്ടിൽ തെറാപ്പി ഇല്ലെന്ന്, നമുക്ക് കണ്ടിന്യൂ ഫിസിയോതെറാപ്പി വേണം. ഒരു 10-15 ദിവസം തെറാപ്പി മുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി മുമ്പോട്ടുള്ളത് എന്തായിരിക്കുമെന്ന് അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് ഇതെല്ലാം അറിയാം. വയ്യാതെ ഇങ്ങനെ ആദൂട്ടി ബഹളമായിരുന്നു, ആദൂട്ടി ഉറങ്ങുന്നില്ല എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രാജീവേട്ടൻ, നമ്മുടെ ഷിത, ബിനു, ശ്രീജമ്മ, മഹേഷ്, അങ്ങനെ കുറച്ച് പേർക്ക് അറിയാം കേട്ടോ. ഇത്രയും പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നതുപോലെ. ഞാൻ പറഞ്ഞു ആദൂട്ടി ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്കറിയാം, കാരണം ഇപ്പോൾ ആദൂട്ടിയുടെ ഓരോ മാറ്റവും ഓരോ അനക്കം വരെ അവർക്കറിയാം കേട്ടോ. അതുകൊണ്ട് അവർക്കറിയാം. ഞാൻ വിചാരിച്ചെന്നാൽ എല്ലാവരോടും ഒന്ന് പറയാം. തെറാപ്പി ചെയ്യാതിരിക്കുമ്പോൾ, തെറാപ്പി ചെയ്തിട്ട് വന്ന മാറ്റമല്ലല്ലോ, തെറാപ്പി ചെയ്യാതിരിക്കുമ്പോൾ അതും അനുഭവിക്കുന്നതും അതിൻ്റെ വേദനയും വിഷമവും ഒക്കെ എല്ലാവരും അറിയണ്ടേ. ഇന്നിപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ രാവിലെ പോയി ഫിസിയോതെറാപ്പി ചെയ്തു വന്ന് ഇന്ന് ആദൂട്ടി ഓക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് 2 ദിവസം അങ്ങ് ചെയ്ത് വരുമ്പോഴത്തേ ആദൂട്ടി ഓക്കെ ആവും. അതുമല്ല, ആദൂട്ടിക്ക് തെറാപ്പി ഇല്ലാതിരുന്ന ദിവസം ആദൂട്ടി ഉച്ചയ്ക്ക് ഒന്നും ഉറങ്ങത്തില്ലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒട്ടും ഉറങ്ങത്തില്ലായിരുന്നു നമ്മുടെ ആദൂട്ടി. അല്ലാതെ ഇപ്പം ശരിയായല്ല, ഇപ്പം എല്ലാം ശരിയായി കേട്ടോ. ഇപ്പം എല്ലാം ശരിയായി കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ആദൂട്ടിക്ക് വയ്യാണ്ടായതും അപ്പം അതുമൂലം ഫിസിയോതെറാപ്പി മുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടും അതെല്ലാം എല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം നമ്മളീ 10 മിനിറ്റോ 15 മിനിറ്റോ കാണുന്ന പോലെയല്ല നമ്മുടെ ഉള്ളിൻ്റെ നമ്മൾ കുറേ അനുഭവിക്കുന്നുണ്ടാവും കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം ഞാൻ ഉളച്ച് എങ്ങനെയും നോക്കാം, പക്ഷെ എനിക്ക് സങ്കടമാണ് വന്നത്. ഉറക്കം ഉളച്ച് ഞാൻ എങ്ങനെയും നോക്കും, എനിക്ക് നന്നായിട്ടങ്ങ് സങ്കടമാണ് കേട്ടോ വന്നത്. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് അവൻ എന്താ പറ്റിയത് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നി, ദൈവമേ ഇത് തെറാപ്പി മുടങ്ങിയിട്ടുള്ള വിഷമമാണ് കുഞ്ഞ് കാണിക്കുന്നതെന്ന് തോന്നി. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ വീണ്ടും തെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. അത് തെറാപ്പി കുറേ ദിവസം ലീവാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതായിരുന്നു. ആദൂട്ടിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് എനിക്കിപ്പം മനസ്സിലായി കേട്ടോ, തെറാപ്പി ചെയ്യാതിരുന്നിട്ടുണ്ടേല് അത് ഇത്രയും വലിയൊരു പ്രശ്നം ഇത് ആദ്യമായിട്ട് വരുന്നതാണ്. അതിപ്പോൾ നമ്മൾ അടുപ്പിച്ച് കുറേ ആയിട്ട് ചെയ്യുന്നതാണല്ലോ, ചെയ്തിരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്യാതെ വരുന്നതാണ് കേട്ടോ. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഒത്തിരി വിഷമിച്ച് കുറച്ച് ദിവസമായിട്ട് അതുപോലെ പകലാണെങ്കിലും ഉറക്കമില്ല, അതിങ്ങനെ ടൈറ്റ് പിടിച്ച് കുഞ്ഞ് കളിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇതൊക്കെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ അരമണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ അതല്ല നമ്മുടെ ജീവിതം. ഇതുപോലത്തെ ഞങ്ങളെപ്പോലെയുള്ള കുറേ അമ്മമാരുണ്ട്. കുറേ പേർക്ക് ഫിസിയോതെറാപ്പിക്ക് എത്താൻ പറ്റാത്തവരുണ്ട്, കുറേ പേർക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, പിന്നെ കുറേ പേർക്ക് ചെയ്യാൻ പറ്റിയിട്ട് അവർ പോകാത്തവരുണ്ട്. എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. അപ്പം ഞാനിതൊന്ന് എല്ലാവരോടും എനിക്കൊന്ന് പറയണം തോന്നി. തെറാപ്പി ചെയ്യാതെ വന്നപ്പോൾ സംഭവിച്ചത് എനിക്ക് എല്ലാവരോടും ഒന്ന് പറയണം തോന്നി കേട്ടോ. നമ്മുടെ വീട് ഇന്നിപ്പോൾ തെറാപ്പി കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ളതാണ് കേട്ടോ. വായിൽ നിന്ന് വെള്ളം പോകുന്നത് വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ടർക്കി ഒന്നും ഇട്ട് കൊടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ, ഒച്ചപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ
ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ അല്ലേ. അപ്പോൾ ആദൂട്ടി ഇന്ന് തെറാപ്പി ചെയ്ത് ഓക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.